Hello Queens, welcome back to Queen's Nook. തിരുവോണമൊക്കെ ഇങ്ങ് എത്തിയില്ലേ? അപ്പോൾ നമുക്കൊരു അടിപൊളി ഓണം മേക്കപ്പ് ചെയ്യണ്ടേ? അപ്പോൾ ഗെറ്റ് റെഡി. ഫസ്റ്റ് നമുക്ക് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്തതിന് ശേഷം ടോൺ ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ ഫേസ് അടിപൊളിയായിട്ട് ക്ലെൻസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ടോണിങ്. അതിന് ഞാനൊരു ടോണർ എടുത്തു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടോണർ എടുക്കുക. എന്നിട്ട് കുറച്ച് ചെളിയും പോട്ടെ. അപ്പോൾ എൻ്റെ ഫേസിൽ നന്നായിട്ട് ടോൺ ആയിട്ടുണ്ട്. ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു മോയ്സ്ചറൈസർ. നമുക്ക് മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് പിന്നെ സെപ്പറേറ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. എന്താണെങ്കിലും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. മോയ്സ്ചറൈസറും വേണം, സൺസ്ക്രീനും വേണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ മിക്കവാറും മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീനെ യൂസ് ചെയ്യാറുള്ളൂ. സോ അത് കുറച്ചെടുക്കുക. സത്യം പറഞ്ഞാൽ കുറച്ചെടുക്കുക എന്നല്ല കേട്ടോ, ഡിപ്പെൻസ് ഓൺ യുവർ സ്കിൻ. ചിലർക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്താലേ പറ്റുള്ളൂ. എൻ്റെതാണെങ്കിൽ കുറച്ച് ഓയിലി സ്കിന്നാണ്. അധികം കട്ടിയുള്ള മോയ്സ്ചറൈസറൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പിന് സൂട്ട് ചെയ്യുന്ന ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഡ്രൈ സ്കിൻ ആൾക്കാർക്കാണെങ്കിൽ എത്ര കട്ടിയുള്ള മോയ്സ്ചറൈസർ ആണെങ്കിലും കുഴപ്പമില്ല, അവരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം കുടിച്ചെടുക്കും. എൻ്റെ ആണെങ്കിൽ അത്ര പെട്ടെന്ന് കുടിക്കത്തില്ല കേട്ടോ, കുറച്ച് പതുക്കെയൊക്കെ കുടിക്കത്തുള്ളൂ. പിന്നെ കുറച്ച് കൂടുതൽ ഇങ്ങോട്ട് പുറത്തേക്ക് വിട്ട് തരികയും ചെയ്യും. ഇനി ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാം. ഡിപ്പെൻസ് ഓൺ ദ ഫങ്ഷൻ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫുൾ ഡേ ലോങ് ഫങ്ഷനൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മളൊരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വെറുതെ വീട്ടിൽ തിരുവോണത്തിനത് സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കാനാണെങ്കിൽ പ്രൈമറൊന്നും ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇന്ന് എന്തായാലും ഒരു പ്രൈമർ ഇടുന്നില്ല. നമ്മൾ മലയാളികൾ പൊതുവെ അധികം ഇങ്ങനെ ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങി നടക്കുന്ന കൂട്ടത്തിലല്ല പൊതുവെ. പക്ഷേ സ്പെഷ്യൽ ഫങ്ഷന് കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇപ്പോൾ എല്ലാവരും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അധികം നമ്മളിങ്ങനെ ഫുൾ കവറേജ് ഫൗണ്ടേഷനൊക്കെ ഇട്ട് നടക്കുന്നത് ഭയങ്കര കുറവാണ്. എന്തായാലും നമുക്കിന്ന് കുറച്ച് ഫൗണ്ടേഷൻ ഇടാം, കുറച്ച് ഗ്ലാമറൊക്കെ ആവണ്ടേ. പക്ഷെ കുറച്ച് മതി ഇട്ടാം, ഒത്തിരി ഒന്നും വേണ്ട. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് നൈക്കയുടെ സ്കിൻഷീൽഡ് ഫൗണ്ടേഷനാണേ. ഇത് കണ്ട, കുറച്ച് ഡോട്ട് ചെയ്ത് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഷ് ഇട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അയ്യോ, ഞാൻ നെക്കിലിടാൻ മറന്നുപോയില്ലേ. തുള്ളിയിട്ട് മിക്ക യൂട്യൂബേഴ്സും പറയുന്നത് മേക്കപ്പ് ബ്ലെൻഡിങ് ഇസ് ദ കീ, ബ്ലെൻഡിങ് ഇസ് ദ കീ. യെസ്, ബ്ലെൻഡിങ് ഇസ് ദ കീ. അപ്പം നമുക്ക് ബ്ലെൻഡ് ചെയ്തോളാം. മേക്കപ്പ് ചെയ്യുമ്പോൾ ആൾക്കാർ മുഖം കാണാൻ നല്ല രസമായിട്ടാ, ഒരു ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ട്. ഇന്ന് ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ പക്ഷെ കണ്ണിൻ്റെ അവിടെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ, ഒന്നുകൂടി ഒന്ന് ഇതാക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഫൗണ്ടേഷൻ നമുക്കുണ്ടല്ലോ കണ്ണിൻ്റെ അവിടെ നിന്നാമേ, കുറച്ച് മതി. എന്നിട്ട് വേഗം ബ്ലെൻഡ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റിംഗ് ആണ് ബ്ലെൻഡിങ്ങിനെ പോലെ തന്നെയാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കോമ്പാക്റ്റ് എടുത്തിട്ട് കുറേശ്ശെ കണ്ണിൻ്റെ അവിടെയൊക്കെ സെറ്റ് ചെയ്യൽ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ഫ്രഷ് ആയിട്ട്
ശരിയോ? നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ചെയ്യാമേ. ഐബ്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. കുറച്ച് വാക്സിയാണിത്, പക്ഷെ കുഴപ്പമില്ല, ചെറുതായിട്ട് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ വരച്ചാലും ഒരു സുഖമില്ല. ആക്ച്വലി ഐബ്രോസ് ചെയ്യാനൊരു ട്രിക്കുണ്ട്, ഞാൻ വേറൊരു വീഡിയോ ചെയ്യാമേ. നല്ല ഡീപ്പായിട്ട് വരച്ചാൽ നല്ല ഭംഗിയായിരിക്കും. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഐബ്രോസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ സ്പൂളി ഉണ്ടല്ലോ, സ്പൂളി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്പൂളി ശരിക്കും നമ്മുടെ ഐബ്രോസ് അല്ലെങ്കിൽ കുഞ്ഞു എന്തെങ്കിലും ഒരു കോമ്പായാലും മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് അങ്ങ് പോകും. കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഐസിലേക്ക് കിടക്കാം. ഇതൊരു സിമ്പിൾ ഐ മേക്കപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ഐലൈനർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് പാക്ക് കോസ്മെറ്റിക്സിൻ്റെ ഒരു ഐലൈനറാണ്. പാക്ക് കോസ്മെറ്റിക്കിൻ്റെ സ്മാർട്ട് ടിപ്പ് ഐലൈനർ, ലിക്വിഡ് ലൈനർ. എന്നിട്ട് നമുക്കൊരു ചെറിയൊരു വിങ്ഡ് ലൈനർ വരയ്ക്കണം കേട്ടോ. വിങ്ഡ് ലൈനർ വരയ്ക്കാൻ നമ്മുടെ ആ ലാഷ് ലൈനോട് ചേർന്ന് വരച്ചിട്ട് എൻഡിൽ വരുമ്പോൾ വിങ് ഔട്ട് ചെയ്യണേ. നമുക്ക് ആവശ്യമുള്ളത്ര വിങ് വെക്കാം കേട്ടോ. ഇത് ആക്ച്വലി പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ എനിക്കിതിന് അത്ര ഡ്രൈ ഔട്ട് ആവാത്തൊരു ഐലൈനർ ആയിരുന്നു നല്ലത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ വേഗം ഒരു എന്താ പറയുന്നത്, സ്മഡ്ജ് ചെയ്യാൻ ഒരു ബ്രഷോ ഒരു ക്യൂറ്റിപ്പോ എന്തെങ്കിലും എടുക്കുക, വേഗം വേഗം. എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഐഷാഡോ എടുക്കുക, ഏതെങ്കിലും. ഞാനിപ്പോൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന മേബലിൻ ന്യൂഡ്സ് പാലറ്റിൻ്റെ ഒരു കോളം ആക്കി വെച്ചിരിക്കുക. ന്യൂഡ്സ് പാലറ്റിൽ നിന്നൊരു ബ്ലാക്ക് ഐഷാഡോ ആണേ. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഉണ്ടല്ലോ, അതെ ഈ എൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ അവിടുന്ന് മേളിലോട്ട് കണ്ണ് ചെറുതായിട്ട് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്യാം. ചെറുതായിട്ട്, ഒത്തിരി ആക്കല്ലേ. ഓക്കെ, കണ്ട. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഗോൾഡൻ ഐഷാഡോ, ലൈറ്റായിട്ട് മതി, ഏതെങ്കിലും ഒരു ഗോൾഡൻ ഐഷാഡോ എടുക്കുക. നമ്മുടെ ഈ മേബലിൻ ന്യൂഡ്സ് പാലറ്റിൽ തന്നെ ഒരു ഗോൾഡൻ ഐഷാഡോ ഉണ്ട്. ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് കളർ ബാറിൻ്റെ ഗോൾഡൻ ഐഷാഡോ മാത്രം ആയിട്ടുള്ള ഒരു സിംഗിൾ ഐഷാഡോ പാക്ക് ഉണ്ടല്ലോ, അതാണ്. ഇനി ഈ ഐഷാഡോ നമ്മൾ ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ നമ്മുടെ ഐഷാഡോയിൻ്റെ കൂടെ കിട്ടത്തില്ലേ ഇങ്ങനത്തെ ബ്രഷ്, ഒന്നുകിൽ അതല്ലെങ്കിൽ ക്യൂറ്റിപ്പ്, അതല്ലെങ്കിൽ കൈ, ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് വെറ്റ് ചെയ്തിട്ട് ഇടുന്ന കേട്ടോ നല്ലത്. ഞാനിതൊന്ന് വെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഈ ഐഷാഡോയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഐസിൻ്റെ മേളിൽ ഫസ്റ്റ് ഹാഫിൽ അപ്ലൈ ചെയ്യാം നമുക്ക്. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന പാർട്ടുണ്ടല്ലോ, അത് പിന്നെ ക്ലിയർ ചെയ്യാം. ആദ്യം ഇതിങ്ങനെ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ഇല്ലാത്ത ഒരു ബ്രഷ് എടുത്തിട്ട് ആ രണ്ടും ജോയിൻ ചെയ്യുന്ന ഭാഗമില്ലേ അവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. സിമ്പിൾ പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഐ മേക്കപ്പ് ലുക്കാണിത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഐലൈനറിലല്ലോ കാജൽ എടുക്കുക. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റേക്ക് വർക്കിയുടെ ഐ ലവ് യു ടു കാജൽ. അതെടുത്തിട്ട് നമ്മുടെ വാട്ടർ ലൈൻ ഒന്ന് എഴുതി കൊടുക്കാം.
ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ഈ ഇത് എഴുതി കഴിയുമ്പോഴത്തേക്ക് ആളെ മാറും എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാ. ഈ അപ്പർ ലൈൻ ഉണ്ടല്ലോ, അത് നിന്ന് ടൈറ്റ് ലൈൻ ചെയ്യണം കേട്ടോ. അത് ശരിക്കും അത് എഴുതി കഴിയുമ്പോണ്ടല്ലോ നല്ല ഭംഗിയാണ്. ഒരു ഡിഫറൻസ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഈ അടിയിലത്തെ ഈ ഭാഗത്തുണ്ടല്ലോ അവിടെ കുറച്ചൊന്ന് വെളിയിലോട്ടാക്കി കൊടുത്തിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ നല്ല രസമാണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ. ഇനി ഞാൻ മറ്റേ കണ്ണും കൂടെ പെട്ടെന്ന് ചെയ്തിട്ട് വരാം. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മളൊരു മസ്കാര ഇടണം. ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് മേബിലിൻ്റെ ലാഷ് സെൻസേഷണൽ മസ്കാരയാണ്. ഇത് വാട്ടർ പ്രൂഫ് ഒന്നും അല്ല കേട്ടോ. ശരിക്കും ഭയങ്കര ലോങ് ഫങ്ഷൻ അല്ലെങ്കിൽ കരച്ചിലും വിളിയൊക്കെ ഉള്ള ഫങ്ഷനൊന്നും അല്ല എന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് മസ്കാരയൊന്നും ഇടണ്ട. കാരണം എന്താണെന്നറിയാമോ, ഈ വാട്ടർ പ്രൂഫ് മസ്കാര എന്ന് പറയുന്നത് ഒരു തലവേദനയാണ്. അതിട്ട് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യണമെങ്കിൽ എൻ്റെ പൊന്നു മോളെ ഇതൊക്കെ പറിച്ച് കളയണം, അല്ലാണ്ട് അത് പോണ പരിപാടിയില്ല. ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ 2 ദിവസം നമ്മളിങ്ങനെ മറ്റേ പാണ്ട ഐസും കൊണ്ട് നടക്കണം. അതിനേക്കാളും നല്ലത് വാട്ടർ പ്രൂഫ് മസ്കാര അല്ലാത്ത ഒരു മസ്കാര യൂസ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് കഴുകി കളയാൻ പറ്റുന്ന ഒരു പാവം മസ്കാര യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ. ഞാൻ സ്ഥിരം ഇങ്ങനത്തെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യാറില്ല, വളരെ റെയറായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് നല്ല മസ്കാര കേട്ടോ. ശരിക്കും നമ്മൾ മസ്കാര ഇടുമ്പോൾ നല്ല ഇങ്ങനെ വിരിച്ച് എന്ന് വെച്ചാൽ ഇങ്ങനെ നടുക്കുള്ള പാർട്ട് ഇങ്ങനെ, എൻഡിലുള്ള പാർട്ട് ഇങ്ങനെ, ഈ പാർട്ട് ഇങ്ങനെ, അങ്ങനെ തന്നെ ചെയ്യണം. നല്ല നല്ല വിടരുള്ളു കണ്ണ്. ഇതുപോലെ ഞാൻ ഇപ്പുറത്തെ കണ്ണും ചെയ്യട്ടെ. ഓക്കേ, ഇനി ലിപ്സ്. അയ്യോ, സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പുണ്ട്, പക്ഷെ ഞാനത് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, ദാറ്റ് ഇസ് മോയ്സ്ചറൈസർ ഇടുന്നതിൻ്റെ കൂടെ നമ്മൾ ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസർ ചെയ്യണമായിരുന്നു. നമ്മൾ തൽക്കാലം ഞാൻ ചെറുതായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യട്ടെ. എന്നിട്ട് നമ്മളൊരു ലിപ്പ് ലൈനർ എടുത്തിട്ട് നമുക്ക് ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. ഭയങ്കര എന്താ പറയുന്നത്, ഡാർക്ക് കളറൊന്നും ഇടണമെന്നില്ല, പക്ഷെ ഡാർക്ക് കളർ ഇടുന്നത് നല്ലതാട്ടോ. ഓണമൊക്കെ അല്ലേ. ഞാൻ ഓവർ ഡ്രോ ചെയ്യാറില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയുള്ളൂ കേട്ടോ. ന്യൂഡ് ലിപ്പ് ഇടാം കേട്ടോ. ഞാനിന്ന് ആക്ച്വലി എടുത്തു വെച്ച ഒരു ചെറിയൊരു റെഡ് കളറാണേ. ഇത് നമ്മുടെ നൈക്കയുടെ 30M regalruby. അതിൻ്റെ മിനിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ, ക്യൂട്ട്. പൊട്ട് വയ്ക്കാൻ മറക്കല്ലേ. പൊട്ടും വെക്കണം, ചന്ദനക്കുറി ഇടണം, എന്നാലേ ഒരു ഭംഗിയുള്ളൂ. ഇനി ഞാനുണ്ടല്ലോ, അതിന് മുമ്പൊരു കാര്യം. ഇനിയിപ്പോൾ നമ്മൾക്ക് മേക്കപ്പ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കോണ്ടൂറും ചെയ്യാം, ഒന്ന് ഹൈലൈറ്റും ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ നെക്സ്റ്റ് ലെവലിലേക്ക് ഒന്ന് പോയാലോ. ഞാനൊന്ന് യൂസ് ചെയ്യുന്നത് നൈക്കയുടെ പാലറ്റാണ്, കോണ്ടൂർ ആൻഡ് ഹൈലൈറ്റ് പാലറ്റ്. ഇതൊരു സൂപ്പർ പാലറ്റാണ് കേട്ടോ. ശരിക്കും ഇതിന് ഹൈലൈറ്റ്, എനിക്കിങ്ങനെ ഗ്ലിറ്ററി ഹൈലൈറ്റ് ഇഷ്ടമല്ല. ഇത് പക്ഷെ നല്ല നല്ല സട്ടിലായിട്ടുള്ള ഹൈലൈറ്റ്, പക്ഷെ വളരെ നല്ല ഹൈലൈറ്റാണ്. അയ്യോ, ഞാൻ എൻ്റെ ബ്രഷ് എടുത്തില്ല. ഒരു മിനിറ്റേ, ലൈറ്റായിട്ട് മതി കേട്ടോ. ലൈറ്റ് കോണ്ടൂർ. എൻ്റെ പിന്നെ കുറച്ച് വലിയ ഫോർഹെഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫോർഹെഡിൽ ഇടും കേട്ടോ. 1 ഏക്കർ സ്ഥലമുണ്ട് നെറ്റിയിൽ.
മൂക്ക് കോണ്ടൂർ ചെയ്ത് കുളമാക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാനിന്ന് കോണ്ടൂർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യാമേ. അതൊരു അടിപൊളി പരിപാടിയാണ് കേട്ടോ. ശരിക്കും വെയിലത്തൊക്കെ ഇറങ്ങിയ തളാന്ന് തള. മതി. ഇനി ഞാൻ വേഗം ചന്ദനക്കുറി ഇട്ട് കമ്മലും മാലയും പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ട് വരാമേ. ഞാൻ ചന്ദനക്കുറിയൊക്കെ ഇട്ടു. പിന്നെ ഞാൻ മുടി വെറുതെ ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് പൂ ഇങ്ങനെ വട്ടം ചുറ്റി വെച്ചു. നമുക്ക് എന്നിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു കമ്മൽ ഇട്ടു. ഞാൻ മാല ഇട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈ കമ്മൽ നല്ല ഭംഗിയുള്ള എനിക്ക് മാലയും കൂടെ ഇട്ട് ഭയങ്കര ഹെവി ആക്കണമെന്ന് തോന്നിയില്ല. ഇത് ഞാൻ ആക്ച്വലി നെറ്റിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. voila.com എന്ന് പറയുന്നൊരു സൈറ്റിൽ നിന്ന്. ഈ നല്ല ഇഷ്ടപ്പെട്ടു. അത് അടിപൊളി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവരും ഒരുങ്ങി സുന്ദരികളായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി കുടിച്ച് അടിച്ച് പൊളിക്കുക. അപ്പോൾ നീ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.